ഇന്ന് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ മറ്റൊരു ഏരിയ ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏരിയ ആണ് കണ്ടുപിടിച്ചത് അല്ലേ? ഏരിയ കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വാല്യൂ ഓഫ് എക്സ് ബേസ്ഡ് ഓൺ ഏരിയ. ഏരിയനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതേപോലെ എന്താണ് എക്സിൻ്റെ വാല്യൂ, ഇങ്ങനെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ തന്നിട്ട് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഹൈറ്റ് ഓഫ് 200 soldiers in a regiment is 4 centimeters. If the minimum height of the tallest 7% soldier is 170 centimeters. Calculate the average height of the soldiers in the regiment. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 200 സോൾജിയേഴ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നത് 4 ആണ്. ഓക്കെ, 4 ആണ് തന്നത്. ഇനി നമുക്ക് മെയിനായിട്ടും തന്ന ഇൻഫോർമേഷൻ എന്താണ്? ഇഫ് ദ മിനിമം ഹൈറ്റ് ഓഫ് ദ ടോളസ്റ്റ് 7% സോൾജിയർ ഈസ് 170 സെൻറ്റിമീറ്റർ. എന്താണ് 7% സോൾജിയേഴ്സിൻ്റെ മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 170 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? 7% ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 170% സെൻറ്റിമീറ്റേഴ്സ് ആണ് നമുക്ക് തന്നിട്ട് 7% സോൾജിയേഴ്സ് 170 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഉള്ളതെന്ന്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ ആവറേജ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ആവറേജ് ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം, z ഈക്വൽസ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് തന്നത്? 4 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നത് അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്ന ഹൈറ്റ് എത്രയാണ്? ടോളസ്റ്റ്, അതായത് 7% സോൾജേഴ്സ് 1 സെൻറ്റിമീറ്റർ, സോൾജേഴ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്? 7% ആണ് ഇവിടെ നമുക്ക് റിവീൽ ചെയ്ത് വരുന്നത്. അപ്പോൾ 7%, അതായത് 170 ആണ് നമ്മുടെ ഇവിടുത്തെ എക്സ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് വാല്യൂ 170 ആണ്. ഇവരുടെ ഹൈറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് തന്നത്? 7% ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ വരച്ച് നോക്കാം, എന്നിട്ട് അടയാളപ്പെടുത്താം. 170 ആണ് വന്നത്. അപ്പോൾ 170 നമുക്ക് ഇതിലോട്ട് എഴുതാം. അതായത് സെഡിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ സെഡിൻ്റെ വാല്യൂ, അതായത് ഏകദേശം, അപ്പം എന്താണ് നമ്മുടെ 17% ആണ്. ഇതിനെ നമ്മൾ അല്ലാതെ എഴുതുമ്പോൾ 0.07% എന്ന് വരും. അപ്പോൾ ഇത് മൊത്തമായിട്ട് നമുക്ക് എത്രയാണുള്ളത്? 0.5 ആണ് അല്ലേ ഉള്ളത്. അപ്പോൾ ഏകദേശം ഇത് എവിടെ ആയിട്ട് വരും? ഈ ഒരു ഏരിയയിലേക്കാണ് എന്ത് വരിക? 0.07. ഇവിടെ 170 അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്കാണ് 0.07 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് ഈ ഒരു ഏരിയ വരിക. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഏരിയ, അതായത് മീനിൽ നിന്നും ഇവിടേക്കുള്ള ഇത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? 0.5 നിന്നും ഈ കിട്ടിയിട്ടുള്ള 0.07 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ കിട്ടും. അപ്പോൾ ഈ ഏരിയ ആയിരിക്കും നമ്മുടെ എന്ത്? സെഡിൻ്റെ വാല്യൂയിലേക്ക് എത്താനുള്ള വഴി. അപ്പോൾ ഈ ഒരു ഏരിയ എത്രയായിരിക്കും? 0.43 ആണ്. ഓക്കെ, അപ്പോൾ 7%, ഇത് മൊത്തം നമ്മളൊരു 50 എടുക്കുകയാണെങ്കിൽ 50% ആണ്. അപ്പോൾ 50ൽ നിന്നും 7% മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 43% ആണ്. അതിനെ നമ്മൾ ഇങ്ങനെ വാല്യൂവിൽ എഴുതുമ്പം 0.43 എന്ന് വരും. അപ്പോൾ നമുക്കിനി ഇക്വേഷനിലോട്ട് എഴുതാം. ഈക്വൽസ് സെഡിൻ്റെ വാല്യൂ 170 മൈനസ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 4 ആണ് വന്നത്. അതേപോലെ സെഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടണം. അപ്പം സെഡിൻ്റെ ഇത് കിട്ടി, അതായത് ഏരിയ നമുക്ക് കിട്ടി 0.43 ആണ് കിട്ടി. അപ്പോൾ സെഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യുക? ടേബിൾ വാല്യൂ എടുക്കുക.
ടേബിൾ വാല്യൂ എടുക്കുക. ഇവിടെ നമ്മൾ ടേബിൾ വാല്യൂ നോക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയ പോലെയല്ല. ഇവിടെ നമുക്ക് വാല്യൂസ് ആണ് കിട്ടിയത്, അതായത് ഏരിയ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഏരിയൻ്റെ ബേസിൽ നമ്മൾ Z വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എത്രയാണ്? 0.43 ആണ് കണ്ടുപിടിക്കണം. 0.43 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ വാല്യൂ, അതായത് Z വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നോക്കാം ഇവിടെ എവിടെയാണ് 0.43 വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടാണ് 0.43 വരുന്നത്, 0.43. അപ്പോൾ ഇത് 0.08ഉം അതേപോലെ 1.4ൻ്റെയും ഇതിലാണ്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ എത്ര വരും? ഇത് കൂട്ടി എഴുതുമ്പം 1.48 ആയിരിക്കും Z-ൻ്റെ വാല്യൂ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ആൻസർ +1.48 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? എക്സിൻ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതി. ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുക. അതായത് ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ചെയ്തത്? ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ ടേബിൾ വാല്യൂവിൽ പോയി നോക്കി. പക്ഷേ ഇവിടെ നമ്മൾ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഏരിയയുടെ ബേസിൽ അതിൻ്റെ ഒറിജിനൽ Z എന്താണെന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 170 മൈനസ് എക്സ് ബാർ ഈക്വൽ ടു പ്ലസ് 1.48 ഈ ഡിവൈഡ് ബൈ 4 ഇങ്ങോട്ട് വന്നാൽ ഇൻറ്റു 4 ആവും. അപ്പം 170 മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ, അതായത് 1.48 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 5.92. ദെൻ ഇനി എക്സ് ബാർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 170 ഇതിനെ ഇങ്ങോട്ടേക്ക് എഴുതാം, മൈനസ് 5.92 ഈക്വൽ ടു എത്ര വന്നു? 164 സെൻറ്റിമീറ്റേഴ്സ്. ഇതാണ് എന്ത്? ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആവറേജ് ഹൈറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതേപോലെ തന്നെ ആണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്ത് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ളതിൽ നിന്നും നമ്മൾ ഏരിയയിലേക്ക് എത്തുക, ഏരിയയുടെ വാല്യൂ കണ്ടെത്തുക, എന്നിട്ട് നമുക്ക് എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തിൻ്റെ ബേസിലാണ് ഇപ്പം നമ്മൾ ഈ ഒരു സൈഡ് എടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? കാൽക്കുലേഷൻ ഓഫ് മീൻ, അതായത് വെൻ എക്സിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. കാൽക്കുലേഷൻ ഓഫ് എക്സ് ബാർ, അതായത് എക്സ് എന്താണ്? ഗ്രേറ്റർ ആയിരിക്കും എന്തിനേക്കാളും? എക്സ് ഇസ് ഗ്രേറ്റർ. ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ എക്സ് എന്ത് ചെയ്യാണ്? കൂടുതലും, എക്സ് ബാർ കുറവാണ്. അതായത് എക്സ് ബാറിനേക്കാളും എക്സ് വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ചിഹ്നം, അതായത് പോസിറ്റീവ് സൈനായിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, പോസിറ്റീവ് സൈനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുക എന്താണ്? ഈ ഡയഗ്രത്തിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് നോക്കേണ്ടത്. ഇനി അടുത്തത് എക്സ് ബാർ ആണ് എന്ത്? ഗ്രേറ്റർ ദാൻ. എക്സ് കുറവുമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയഗ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുക, മറ്റേതാണെങ്കിൽ റൈറ്റ് സൈഡ് നോക്കാം. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തരും. കാൽക്കുലേഷൻ ഓഫ് എക്സ് വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടായിരിക്കും തരാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേഷൻ ഓഫ് എക്സ് ബാർ, അതായത് കാൽക്കുലേഷൻ ഓഫ് എക്സ് ബാർ വെൻ എക്സ് ഇസ് ലെസ് ദാൻ എക്സ് ബാർ. അതായത് ഇവിടെ എക്സ് എന്താണ്? മീനിനേക്കാളും കുറവായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട സൈഡ് എന്താണ്? ഡയഗ്രത്തിൻ്റെ ഇങ്ങേ സൈഡാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഡാറ്റാസ് തന്നിട്ടുണ്ട്. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഹൈറ്റ്സ് ഓഫ് 250 റംബൂട്ടാൻ പ്ലാന്റ്സ് പ്ലാന്റഡ് ഇൻ 20 acres of land in 60. Okay, if the maximum height of the shortest is 10% of the total plants is 643 centimeters. Calculate the average height of the plant in the that land. അത് ഇവിടെയും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലാൻഡിൻ്റെ ആവറേജ് ഹൈറ്റ് കാണാനാണ്.
അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്, 250 റംബൂട്ടാൻ പ്ലാന്റ്സ് 20 ഏക്കറിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. ലാൻഡ് 60. അതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഇഫ് ദ മാക്സിമം ഹൈറ്റ് ഓഫ് ദ ഷോർട്ടസ്റ്റ് 10% ഓഫ് ദി ടോട്ടൽ പ്ലാന്റിൻ്റെ 10% അതിൻ്റെ മാക്സിമം ഹൈറ്റ് വരുന്ന എത്രയാണ്, 643 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ഇക്വേഷൻ എഴുതാം. Z is equal to x minus x bar divided by സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ട് എത്രയാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്, ക്വസ്റ്റ്യനിൽ 60 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുള്ളത് അല്ലേ, 60 ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞത് എന്താണ്, എത്ര എക്സ് വാല്യൂ നമുക്ക് കിട്ടണം. എക്സ് വാല്യൂ നമുക്ക് അതിൻ്റെ 10%ൻ്റെ ടോട്ടൽ പ്ലാന്റ് 10% എത്രയാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 643 സെൻറ്റിമീറ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, 643 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായിരിക്കും, അതാണ് എക്സ് വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മളോട് റിവീൽ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ഇതിൻ്റെ 20 ഏക്കേഴ്സ് എന്നുള്ളതിന് വലിയ പ്രശസ്തിയൊന്നും ഇല്ല. അതേപോലെ 250 റംബൂട്ടാൻ പ്ലാന്റ്സിനും പ്രശസ്തി ഇല്ല. ഇവിടെ നമ്മളോട് എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്, 10% ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ടോട്ടൽ പ്ലാന്റിൻ്റെ 10% എന്താണ്, അതിൻ്റെ മാക്സിമം ഹൈറ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അത് എത്രയാണ്, 643 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എന്താണ്, മീനാണ് എക്സിനേക്കാളും കൂടുതലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു സൈഡിലോട്ടാണ് വരിക. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് എടുക്കുമ്പം എത്രയായിരിക്കും, ഇതിൻ്റെ സെഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരിക. അപ്പോൾ സെഡിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 10% തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 10% നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താണ്. ഈ ഒരു ഭാഗത്തിനെ നമ്മൾ 10% ആയിട്ട് എടുക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ മീനിൻ്റെയും ഇവിടെ 343 ആണ്. ഈ 343ൻ്റെയും ഇടയിലുള്ള ഈ ഒരു ഭാഗമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഇത് മൊത്തമായിട്ട് 50% ആണ്, അല്ലെങ്കിൽ 0.5 ആണ്. അപ്പോൾ 0.5 എന്നും 0.1 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, 0.4 ആണ് വരിക. ഓക്കെ, പോയിൻ്റ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0.4 ആയിരിക്കും. ഓക്കെ, 0.4. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് ടേബിൾ വാല്യൂയിലേക്ക് പോകണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ 343 മൈനസ് ഇത് നമ്മൾ കണ്ടുപിടിക്കണം, ഡിവൈഡഡ് ബൈ എത്രയാണ്, സിഗ്മ 60. ഇനി വരേണ്ട ഈ സെഡ് എത്രയാണെന്ന് നമുക്ക് ടേബിൾ വാല്യൂ വെച്ച് കണ്ടുപിടിക്കും. ഇപ്പോൾ ടേബിൾ വാല്യൂവിൽ പറയുന്നത് എത്രയാണ്, 4 ആണ് ടേബിൾ വാല്യൂവിൽ പറയുന്നത് അല്ലേ, കറക്റ്റ് 4. അപ്പോൾ 4 വരുന്നത് എവിടെയാണെന്ന് നമ്മൾ ടേബിൾ വാല്യൂ വെച്ച് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം 4ൻ്റെ വാല്യൂ വരുന്നത് എവിടെയാണെന്ന് നോക്കാം. അതാ 1.2ലാണ് ഇത് വരുന്നത്. 1.2ൽ ഇവിടെ 999, ഇവിടെ 0.3997 വരുന്നുണ്ട്. ഏകദേശം 4നോട് അടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ എത്രയാണ്, 1.28 ആണ് എന്ത്, സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇടുമ്പം നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവായിട്ടാണ് സെഡിൻ്റെ വാല്യൂ കൊടുക്കേണ്ടത്. അപ്പം -1.28 എന്ന് കൊടുക്കണം. അപ്പോൾ സെഡിൻ്റെ വാല്യൂ എത്രയാണ്, -1.28. ഓക്കെ, -1.28. അപ്പോൾ ഇത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സാധാ പോലെ ഇതിൻ്റെ ഇക്വേഷനിൽ മാറ്റിയിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം 643 മൈനസ് എക്സ് ബാർ ഈക്വൽ ടു -1.8 പ്ലസ് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ആയി മാറും. ദെൻ 34 മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -77. ദെൻ അടുത്തത് എക്സ് ബാർ ഈക്വൽസ് എന്ത് വരും,
634 plus 77 equal to 720 centimeters. ഓക്കെ, ഇതിൻ്റെ ആൻസറും കിട്ടി. എന്താണ്? 720 centimeters. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് ഇവിടെ മീന് അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പ്രോബ്ലംസ് നോട്ടിലോട്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.